ഞാൻ പല പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ കുളിക്കുന്നു. അപ്പം നിങ്ങളെല്ലാവരും ചോദിച്ചു, സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ എന്തിനാ കുളിക്കുന്നത്, സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ എന്തിനാ കുളിക്കുന്നതെന്ന് ചോദിച്ചു. സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ കുളിക്കാൻ എത്തിയിട്ടുണ്ട്. കുറ്റിക്കാട്ടില് വലിച്ചഴിച്ച് അവര് ജീവൻ രക്ഷാർത്ഥം പുറത്തേക്ക് രക്ഷപ്പെട്ട് അവസാനം അവർക്കൊരു FIR ഇടാനുള്ള നീതിയും കൂടി കിട്ടിയില്ല. ഞാനും ജോലി സ്ഥലത്ത് പീഡനേറ്റു, അവരും ജോലി സ്ഥലത്ത് പീഡനേറ്റു. പീഡനം സഹിച്ചവര് പ്രതികരിച്ചതിന് പുറത്ത്, പീഡിപ്പിച്ചവനകത്ത്. നമസ്കാരം. ഒടുവിൽ തൊഴിലിടത്തിൽ ലൈംഗികപരമായ രീതിയിൽ അധിക്ഷേപങ്ങൾ നേരിടേണ്ടി വന്ന കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ ശ്രീലത നമ്പൂതിരി എന്ന ശ്രീലു ടീച്ചർ വീണ്ടും സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തുന്നു, അഥവാ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നുകൊണ്ട് കുളിച്ചുകൊണ്ട് പ്രതിഷേധിക്കുവാൻ വേണ്ടിയെത്തുന്നു. പിണറായി വിജയന്റെ മുൻപിൽ തന്നെ ഞാൻ കുളിക്കും എന്ന് ശ്രീലു ടീച്ചർ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപികയായ ഇവരെ ആ കോളേജിൽ തന്നെ അവരുടെ മേധാവികൾ ലൈംഗികപരമായി അധിക്ഷേപിച്ചു എന്നുള്ളതിനെ തുടർന്ന് തന്നെയാണ് വളരെ വ്യത്യസ്തമായ രീതിയിൽ അവർ കുളിച്ചുകൊണ്ട് ഒരു പ്രതിഷേധം നടത്തിയത്. ദിവസവും കുളിച്ച് അവർക്ക് സുഖമില്ലാത്ത അവസ്ഥയിലായിരുന്നു. ഇവരുടെ ഈ പ്രത്യേക പ്രതിഷേധം കണ്ടിട്ട്, വേറിട്ട പ്രതിഷേധ പരിപാടി കണ്ടിട്ട് ക്രൈം ഓൺലൈൻ ചീഫ് എഡിറ്റർ TP നന്ദകുമാർ ശ്രീലത ടീച്ചറുടെ വീട്ടിലെത്തി അവരുടെ വിഷയങ്ങൾ ചോദിച്ചറിയുകയുണ്ടായി. ഞങ്ങൾ വളരെ വിശദമായി തന്നെ ആ അഭിമുഖം പ്രക്ഷേപണം ചെയ്യുകയുണ്ടായി. എന്നാൽ അന്നും TP നന്ദകുമാറിനോട് ശ്രീലത നമ്പൂതിരി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ, മുഖ്യമന്ത്രിയും സർക്കാരും എൻ്റെ വിഷയത്തിൽ ഒരു പ്രശ്ന പരിഹാരം നടത്തിയില്ല എന്നുണ്ടെങ്കിൽ, ഞാൻ സെക്രട്ടേറിയറ്റ് നടയിലേക്ക് പിണറായി വിജയന്റെ മുൻപിൽ ചെന്ന് നിന്നുകൊണ്ട് കുളിച്ച് പ്രതിഷേധിക്കും എന്നാണ് പറഞ്ഞത്. അന്ന് ശ്രീലത ടീച്ചർ പറഞ്ഞത് ശരിയായിരിക്കുന്നു. ഇന്ന് സെക്രട്ടേറിയറ്റ് നടയിലേക്ക് അവരും അവരുടേതുപോലെ സമാന രീതിയിൽ അധിക്ഷേപിക്കപ്പെട്ട മറ്റൊരു സഹപ്രവർത്തകയും പ്രതിഷേധ സമരത്തിന് വേണ്ടി എത്തിയിരിക്കുന്നു. പിണറായി വിജയന്റെ മുന്നിൽ സെക്രട്ടേറിയറ്റ് നടയിൽ താൻ കുളിച്ചുകൊണ്ട് പരസ്യമായി തന്നെ പ്രതിഷേധിക്കും. തൻ്റെ പരസ്യമായ കുളി കണ്ടുകൊണ്ട് മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ മന്ത്രിസഭാ അംഗങ്ങൾക്കോ മനംമാറ്റം ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ, ഒരു സ്ത്രീയുടെ നീറുന്ന പ്രശ്നങ്ങളിൽ ഇടപെടാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ഈ സർക്കാരിൻ്റെ സ്ത്രീപക്ഷ സർക്കാർ എന്ന പൊള്ളയായ വാദം ജനങ്ങൾ തിരിച്ചറിയട്ടെ, ഇത് ജനങ്ങൾ മനസ്സിലാക്കട്ടെ, അല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് നീതി കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ശ്രീലത ടീച്ചർ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് പ്രതിഷേധ സമരവുമായി എത്തിയിരിക്കുന്നത്. ഇപ്പോൾ തന്നെ സെക്രട്ടേറിയറ്റ് നടയിൽ ധാരാളം സ്ത്രീകൾ മുഖ്യമന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെയും പ്രതിഷേധിച്ചുകൊണ്ട് സമരം നടത്തുന്നുണ്ട്. ആശാവർക്കർമാരുടെ സമരം ഇന്ന് 47 ദിവസം പിന്നിട്ടിരിക്കുന്നു. കൂടാതെ അംഗൻവാടി ടീച്ചർമാരുടെ സമരം കൂടിയുണ്ട്. കൂട്ടത്തിൽ ശ്രീലത ടീച്ചറും കുളിച്ചുകൊണ്ട് മറ്റൊരു വ്യത്യസ്തതയാർന്ന സമര പ്രതിഷേധ പരിപാടി നടത്തുമ്പോൾ എന്തായാലും സമര കോലാഹലങ്ങളുടെ പരമ്പര തന്നെയാവും സെക്രട്ടേറിയറ്റ് നടയിൽ എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഈ സമര പരമ്പര നയിക്കുന്നതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് ശ്രീലത ടീച്ചർ വ്യക്തമാക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം. ഹായ് എവരിബഡി. ഞാനേ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന്റെ മുന്നിലാണ് ഉള്ളത്. ഞാൻ പല പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ കുളിക്കുന്നു. അപ്പം നിങ്ങളെല്ലാവരും ചോദിച്ചു, സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ എന്തിനാ കുളിക്കുന്നത്, സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ എന്തിനാ കുളിക്കുന്നതെന്ന് ചോദിച്ചു. സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ കുളിക്കാൻ എത്തിയിട്ടുണ്ട്. എൻ്റെ അതേപോലെ സർക്കാർ ഓഫീസിൽ പീഡനം ഏറ്റുവാങ്ങി 10-12 മാസമായിട്ട് തെരുവിൽ ഓരോ ഓഫീസിലും കയറി അലഞ്ഞ് പീഡനം അനുഭവിക്കുന്ന വേറൊരാളും കൂടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാനും ജോലി സ്ഥലത്ത് പീഡനേറ്റു, അവരും ജോലി സ്ഥലത്ത് പീഡനേറ്റു. പീഡനം സഹിച്ചവര് പ്രതികരിച്ചതിന് പുറത്ത്, പീഡിപ്പിച്ചവനകത്ത്. അപ്പൊ പീഡിപ്പിച്ചവനെതിരെ നടപടി എടുക്കാതെയും പീഡിപ്പിച്ചവനെതിരെ സപ്പോർട്ട് ചെയ്തവർക്കെതിരെ നടപടി എടുക്കാണ്ടും നമ്മളിനി വീട് കാണൂല. അപ്പം സെക്രട്ടേറിയറ്റിന്റെ മുന്നിലാണ് അടുത്ത കുളിയും ജീവിതവും. ഇത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പ്രതിഷേധിക്കുവാണ്. എനിക്ക് നീതി വേണമെന്ന്. എൻ്റെ കൂടെയുള്ളവർ 12 മാസമായിട്ട് പല ഓഫീസും കയറി ഇറങ്ങി അവഗണനയും പരിഹാസവും ഫയല് തിരുത്തലും
പുച്ഛം. മുഖ്യമന്ത്രിൻ്റെ അടുത്ത് പല പ്രാവശ്യം കയറി, പല സ്ഥലത്തും പല പ്രാവശ്യം കയറി, യാതൊരു നീതിയില്ല. ഉപജീവന പത്തിയില്ല, പിന്നെ നമുക്ക് തരേണ്ട പിന്നെ സസ്പെൻഷൻ ഓർഡർ ഇല്ല. അവസാനം 1960 ഒരു പിന്നെ ആക്ട് വെച്ചിട്ട് പിന്നെ പെനാൽറ്റി അടിക്കുന്നു എഴുതി വിട്ടിന്. ഈ തോന്നിയ പോലെ പെനാൽറ്റി അടിക്കാനും തോന്നിയ പോലെ സ്ത്രീകളെ പീഡിപ്പിക്കാൻ ആരാണ് അനുവാദം കൊടുത്തിനെന്ന് അറിഞ്ഞിട്ട് ഈ സമരം പിൻവലിക്കൂ. ആരാണ്, ഏത് സർക്കാരാണ്, ഏത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരാണ് ഈ ഒരു സംഭവത്തിന് നമ്മളെ ദ്രോഹിക്കാനായിട്ട് പുറത്തിറങ്ങിയത്? ആരെയാണ് ദ്രോഹിക്കേണ്ട? ഏജന്റിനെ വിട്ടിട്ടുള്ളത്. കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ പിന്നെ 20 വർഷമായിട്ട് NGO യൂണിയൻ്റെ മെമ്പർഷിപ്പുള്ള എന്നെ പിന്നെ സെക്ഷൽ ഹരാസ്മെന്റ് നടത്താൻ മൗനാനുവാദം കൊടുത്ത ആളെ എനിക്കറിയണം. കൊടുത്തത് എത്രയും പെട്ടെന്ന് ആ കൊടുത്ത ആൾക്കെതിരെ നിയമ നടപടി വേണം. എൻ്റെ കൂടെ സമരിക്കുന്നവരെ തൊഴിൽ സ്ഥലത്ത് വെച്ച് അവരെ ബ്രസ്റ്റിന് കയറി പിടിച്ച് അവരെ പിന്നെ കുറ്റിക്കാട്ടില് വലിച്ചഴിച്ച് അവര് ജീവരക്ഷാർത്ഥം പുറത്തേക്ക് രക്ഷപ്പെട്ട് അവസാനം അവർക്കൊരു FIR ഇടാനുള്ള നീതിയും കൂടി കിട്ടിയില്ല. ഈ പ്രതിയും പോലീസും ഒത്തുകളിച്ചു. അങ്ങനെ അവര് 12 മാസമായിട്ട് ഭർത്താവില്ല, മക്കളില്ല, ഒന്നുമില്ല, ഒറ്റക്കൊരു വീട്ടിൽ താമസിച്ചിട്ട് അവര് കയറി ഇറങ്ങാത്തൊരു ഓഫീസില്ല 12 മാസമായിട്ട്. ഞാൻ 4 മാസമായിട്ട് അനുഭവിക്കുന്നത്, എനിക്കെതിരെ ഒപ്പ് ശേഖരിക്കുന്നത്, എനിക്കെതിരെ വൃത്തികേട് പറയുന്നത്, എനിക്കെതിരെ പിന്നെ ഇല്ലാത്ത ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ സമരം ചെയ്യുന്നവരെയും പ്രതികരിക്കുന്നവരെയും മറ്റേ പണിയാണ്, ഭർത്താവില്ലാത്തവളാണ്, മറ്റേ പണിയാന്ന് പറഞ്ഞ് ദ്രോഹിക്കലാണ് ഇവിടുത്തെ ആൾക്കാരെ മെയിൻ ജോലി. അപ്പം ഇനി ഒരു കാരണവശാലും ഇത് തുടരാൻ പറ്റൂല. പിന്നെ ഞങ്ങൾ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ മുന്നിലാണ് ഉള്ളത്. ഞങ്ങൾ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ വരാനുണ്ടായ കാരണം എന്താന്ന് പറഞ്ഞാൽ, എൻ്റെ ഒരു വാർത്ത കാരണം എൻ്റെ അതേ ദുഃഖം അനുഭവിക്കുന്ന പിന്നെ അതായത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സെക്ഷൽ ഹരാസ്മെന്റ് പിന്നെ നേരിട്ട വേറൊരാളെയും ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് 4 മാസമായിട്ട് നീതിയില്ല, ഇവർക്ക് 1 വർഷമായിട്ട് നീതിയില്ല. അപ്പം ഞാനിപ്പോൾ അവസാന കൈ ഇവിടെ വരാൻ കാരണം എന്നെ സർവീസിൽ നിന്ന് പിന്നെ അകാരണമായിട്ട് പുറത്താക്കാനും എനിക്ക് പെനാൽറ്റി അടിക്കാനും 1960 നിയമം കാണിച്ചിട്ട് 5 ദിവസത്തിനുള്ളിൽ DTക്ക് ലെറ്റർ കൊടുക്കണം. അതായത് ഒരു വക്കീലിനെ കാണാൻ പോലും ടൈം തരാതെ എന്നെ എത്രയും വേഗം സർവീസിൽ നിന്ന് പുറത്തിടാനുള്ള നീക്കം സർക്കാരിൻ്റെ പിന്നെ ഭരിക്കുന്ന സർക്കാരിൻ്റെ സംഘടനയായ KGOയും NGOയും പിന്നെ സർക്കാർ ഒത്തുകളിച്ചിട്ട് എത്രയും വേഗം എന്നെ പുറത്തിടാനും പ്രതിനകത്ത് കയറ്റി പ്രൊട്ടക്റ്റ് ചെയ്യാനും വേണ്ടി സർക്കാരിൻ്റെ ഗൂഢമായ നീക്കം രേഖാമൂലം എല്ലാ ദിവസവും എനിക്ക് വരാൻ തുടങ്ങി. അപ്പം എന്നെ ദ്രോഹിക്കുന്ന മേലധികാരികളെ ഈ പിന്നെ ഇത്രയും വലിയ ക്രിമിനൽ കുറ്റം ചെയ്ത പ്രതിനെ സംരക്ഷിക്കുന്ന മേലധികാരികളെ DTനെ പുറത്താക്കണം. എൻ്റെ എല്ലാ ആനുകൂല്യത്തോടും കൂടി എന്നെ സർവീസിൽ എത്രയും പെട്ടെന്ന് തിരിച്ചെടുക്കണം. എന്നെ പീഡിപ്പിച്ച ആളെ സംരക്ഷിക്കുന്നവരെ എത്രയും പെട്ടെന്ന് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. എൻ്റെ യാതൊരുവിധ പിന്നെ സർവീസോ ആനുകൂല്യങ്ങളോ നഷ്ടപ്പെടാതെ എനിക്ക് നീതി ഉറപ്പുവരുത്താൻ വേണ്ടി ഞാൻ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ നിരാഹാരം എടുക്കേണ്ട ശേഷിയില്ല. വെള്ളം കുടിച്ചിട്ട് ഇവിടെ കിടക്കുന്നു. ഇതാ ഇപ്പം എൻ്റെ അവസ്ഥ. എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് രാവിലെയാണ് ഇവിടെ എത്തിയത്. എൻ്റെ മേലുദ്യോഗസ്ഥനായ പ്രദീപ് കുമാർ M, താലൂക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ, എന്നെ ജോലി സ്ഥലമായ എൻ്റെ ഫീൽഡിൽ വെച്ച് എൻ്റെ മാറിടത്തിൽ പിടിച്ച് കുറ്റിക്കാട്ടിൽ കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ചു. അതിനെ ഞാൻ ശക്തമായി എതിർക്കുകയും വാക്കുതർക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അതിനെ തുടർന്ന് ഇദ്ദേഹം എന്നോട് അതിക്രൂരതകൾ കാണിച്ചു. ഞാൻ അയാളെക്കുറിച്ച് പരാതി കൊടുക്കുന്നു പേടിച്ച് അയാൾ എന്നെക്കുറിച്ച് എൻ്റെ ഫയലുകളെല്ലാം തിരുത്തുകയും എൻ്റെ ലീവുകളെല്ലാം അട്ടിമറിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നെ ഓഫീസിൽ പോലും അദ്ദേഹം കയറ്റിയില്ല. 12 മാസമായി ഞാനിപ്പോൾ ശമ്പളമില്ലാതെ നിൽക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ മുഖ്യമന്ത്രിക്കും മറ്റ് ഏതെല്ലാം അതോറിറ്റികളുണ്ടോ, വനിതാ ശിശു വികസന വകുപ്പ്, ഇതിനെല്ലാം പരാതികൾ നീക്കിയിട്ടും ഒരു രക്ഷയുമില്ല. അറ്റ കൈയാണ് ഇവിടെ വന്നത്. ഇപ്പോൾ ഡയറക്ടറേറ്റ് തിരുവനന്തപുരം വികാസ് ഭവൻ ഡയറക്ടർ രണ്ടാളെയും തൊഴിൽ സ്ഥലത്ത് പോഷ് ആക്ട് പ്രകാരം ഉപദ്രവിച്ച 2 സ്ത്രീകളാ എത്രയും വേഗം ഒതുക്കി സർവീസിൽ നിന്ന് പുറത്തിട്ടിട്ട് പ്രതികളെ രക്ഷിക്കാൻ സർക്കാരും സർക്കാരിൻ്റെ സർവീസ് സംഘടനകളും പിന്നെ മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് നീതി കിട്ടുന്നവരെ നമ്മുടെ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ കാണും. ഇപ്പോൾ ഡയറക്ടറേറ്റിൽ നിന്ന് സർക്കാരിലേക്ക് എന്നെ സർവീസിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി
കടലാസ് വിട്ടിട്ടുണ്ട്. എനിക്കും ഉണ്ട്. ഒരു ചാർജ് മെമ്മോ പോലും എന്തിനാണ് എന്നെ സസ്പെൻഷൻ ചെയ്തതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. എനിക്കും അറിയില്ല. മെമ്മോ പോലും തരാതെയാണ് 1/2/25 മുതൽ എന്നെ മാറ്റി നിർത്തിയിരിക്കുന്നത്. ഇതിന് ബദലായിട്ട് അതിൽ ഉപജീവനത്തെ എഴുതിയിട്ടുണ്ട്. അതും തന്നില്ല. ഇദ്ദേഹത്തെ അകത്തിടുക, ഇദ്ദേഹത്തെ പോലീസിനെ കൊണ്ട് FIR ഇടിപ്പിച്ചിട്ട് അകത്തിടുക, ഇദ്ദേഹം ജയിലിൽ കിടക്കട്ടെ, ഡിപ്പാർട്ട്മെന്റ് സസ്പെൻഷൻ ചെയ്യുക, അതേപോലെ എന്നെ എത്രയും പെട്ടെന്ന് സർവീസിൽ ഇരുത്തുക. മക്കളില്ല, ആരുമില്ല, ഒറ്റയ്ക്ക് കഴിയുന്ന സ്ത്രീയാണ്. എനിക്ക് നീതി വേണം. അതിനാണ് എനിക്ക് സസ്പെൻഷന്റെ ഓർഡറോ സസ്പെൻഷന് മുന്നേ മെമ്മോ കിട്ടിയിട്ടില്ല, ചാർജ് മെമ്മോ കിട്ടിയിട്ടില്ല. പിന്നെ അലിഗേഷൻസ് വെച്ച് ട്രാൻസ്ഫർ അടിക്കുമ്പം മെമ്മോ തന്നിട്ടില്ല, ഒന്നുമില്ല. എനിക്ക് സസ്പെൻഷൻ ഓർഡർ എൻ്റെ കയ്യിൽ തന്നിട്ടില്ല, ഉപജീവന ഭത്തയില്ല, ഒന്നുമില്ല. ഇവരുടെ പ്രതിക്ക് FIR ഇട്ടില്ല. ഞാൻ സമരം മൂലം FIR നേടി. ഇവരുടെ പ്രതിക്ക് FIR ഇല്ല. അപ്പം അയാൾക്ക് FIR ഇട്ട് അയാൾ അകത്തിടണം. എന്റെ പ്രതിന്റെ ജാമ്യം റദ്ദാക്കണം. ഈ പ്രതികളെ സംരക്ഷിക്കുന്നവരെ എത്രയും പെട്ടെന്ന് സർവീസിൽ നിന്ന് മാറ്റി നിർത്തി എൻക്വയറി വേണം. അതുവരെ ഞങ്ങൾ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഉണ്ടാവും. ജീവൻ പോകുന്നവരെ ഇവിടെ ഉണ്ടാവും.